ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ അസ്നാഷി വ്ളോഗ്സിൽ നമ്മളിന്ന് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറേ ദിവസമായിട്ട് വ്ളോഗ് എടുക്കണം വിചാരിക്കലുണ്ട്, പക്ഷെ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ജനലെല്ലാം ഒന്ന് തുറന്നതിന് ശേഷം ചെറിയ രീതിയിൽ മാറാലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കളയാണ്. റൂം മൊത്തത്തിൽ ഞാനൊന്ന് മാറാല തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ജനലെല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് പൊടിയാവും കേട്ടോ, പെട്ടെന്നാവും. എത്ര നമ്മൾ തുടച്ചങ്ങ് പോയാലും കുറച്ച് കഴിയുമ്പോഴേക്കും പൊടി ഇങ്ങനെ വരും. അപ്പോൾ ആഴ്ചയിൽ ഞാൻ അങ്ങനെ തുടക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറേ സമയം എടുത്തു കേട്ടോ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിലൊന്ന് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം. റൂമൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്കും ഒരു സുഖമാണ് റൂം ക്ലീൻ ചെയ്ത് അന്ന് ഒരു കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ പറ്റുന്നതും നല്ല രീതിയിൽ തന്നെ റൂം ക്ലീൻ ചെയ്യാൻ നോക്കാറുണ്ട്. സാധാരണ ഞാൻ ഷെൽഫെല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. ഷെൽഫ് ക്ലീൻ ചെയ്യുന്ന അന്ന് തന്നെയാണ് ഞാൻ എല്ലാം ബെഡ്ഷീറ്റ് മാറ്റലും എല്ലാം ചെയ്യൽ. പക്ഷെ ഇന്ന് ഞാൻ ഷെൽഫ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ 2 ദിവസം മുമ്പ് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പണി ഇന്ന് ഇല്ല. അതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ റൂം ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേനും കുറേ സമയമാവും കേട്ടോ. അപ്പോൾ അതിന് ശേഷം ജനലെല്ലാം ക്ലീൻ ആക്കി. അതിന് ശേഷം നമ്മൾ ഫ്രെയിമുണ്ട്, ഫ്രെയിമിലെല്ലാം പൊടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് തോർത്തിയിട്ട് വേണമെങ്കിൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. ചെറിയ രീതിയിൽ ഇങ്ങനെ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇങ്ങനെ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണം. ഫ്രെയിം തുടച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. അപ്പോൾ 4 ഫ്രെയിമേ ഉള്ളൂ, പക്ഷേ നമ്മൾ അത് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അതിൻ്റെ ആ സൈഡൊക്കെ ബ്ലാക്ക് കളറായതുകൊണ്ട് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ടും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റൂമൊന്ന് വൃത്തിയാക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് തന്നെ. പിന്നെ ആ ഒരു വ്ളോഗ് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഹോൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണാം കേട്ടോ. ഇനി ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ചും കൂടി മീഷോന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തത്തിലൊന്ന് തോത്തി ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. കാര്യമായിട്ട് പൊടി ഉണ്ടാവും. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണം, പിന്നെ ഫാനെല്ലാം ഒന്ന് തുടക്കണം. അങ്ങനെ പിന്നെ കർട്ടനൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് പണികൾ കുറച്ച് സമയം എടുക്കും. പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ ഡെയിലി നമുക്ക് ചെയ്യണ്ടല്ലോ. പിന്നെ ഡെയിലി ഞാൻ ജനലിൻ്റെ അടിഭാഗമൊക്കെ ഒന്നിങ്ങനെ തുടച്ച് വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രെയിം എങ്ങനെ നിർത്തിയിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ ശരിയാക്കി വെച്ച് ഇനി ഈ ഒരു സ്റ്റാൻഡ് കേട്ടോ, നമ്മൾ ഫോണെല്ലാം ചാർജ് ചെയ്ത് വെക്കുന്ന സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈറ്റ് ഉണ്ട്, അതും കൂടെ അവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള പൊടിയും എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തെടുക്കുകയാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളല്ലോ. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ കട്ടിലിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെയുള്ള പൊടിയും അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സൈഡിലുള്ള പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി അവിടെ അടിച്ചു വാരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ജനൽ അവിടെ അടച്ചിട്ടിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്ന് ആളുകൾക്ക് കാണും ഇങ്ങോട്ട് നടന്നു പോകുന്നവരും. പിന്നെ വണ്ടിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ചാരിയിട്ടിട്ടുണ്ട് കേട്ടോ. ജനൽ തുറന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല വെളിച്ചം ഉണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചാരിയതിന് ശേഷം പിന്നെ കർട്ടനൊക്കെ ഫിറ്റ് ചെയ്ത് ലെവലാക്കി. കർട്ടനൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നൊന്നും സെറ്റായി കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേ കുറവുകൾ ഉണ്ടാവുമെന്നറിയാം. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ശരിയാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം ക്ലീൻ ചെയ്ത് ഈ ഒരു ഭാഗം നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഫാനെല്ലാം തുടച്ച് നമ്മൾ കട്ടിലിൻ്റെ അടിയ ഭാഗമൊക്കെ വൃത്തിയാക്കി അതൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞില്ല വീഡിയോയിലെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു സൈഡും കൂടെ ഉണ്ട്. നമ്മൾ മിററിൻ്റെ അവിടെ വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളും മിററൊക്കെ ഒന്ന് തുടക്കണം. പിന്നെ ഷെൽഫിൻ്റെ പുറം ഭാഗം ഒന്ന് തുറക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴും ബോറടിക്കും. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാത്തത്. ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ അവിടേക്ക് ക്ലീൻ ചെയ്ത് ഒന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് എടുക്കുകയാണ്. എന്ന് തുടച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇത്രയും പണി നമുക്ക് ഉണ്ടാവാറില്ല. അതിനുശേഷം നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലും കാര്യങ്ങളെല്ലാം ഒന്ന് വൃത്തിയിൽ മടക്കി വെക്കുകയാണ്. എല്ലാം ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ കൊട്ടിയെടുക്കുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റെല്ലാം മെഷീനിൽ അലക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റൂം ഇതാ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്തുനിന്ന് വണ്ടികൾ പോണ സൗണ്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കർട്ടനെല്ലാം മാറ്റി എല്ലാം ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഷെൽഫ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒന്നും കൂടെ അറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തുടച്ചെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.